ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു സുപ്രധാന വാർത്ത, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ കനത്ത ആക്രമണവുമായി അവിടുത്തെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. ഇവർക്ക് പിന്തുണ സൈന്യം നൽകി എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരവും. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഡിവിഷനിലാണ് ആദിവാസി വിഭാഗങ്ങളും ഒപ്പം ബുദ്ധ ഹൈന്ദവ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ജില്ലകൾ. ആ ചിറ്റഗോങ് ഡിവിഷനിലെ ദിഘനായിലും ഗഗ്രാചാരി സദറിലുമൊക്കെയാണ് വലിയ രീതിയിൽ തന്നെ ആക്രമണം നടന്നിരിക്കുന്നത്. 200-ൽ പരം വീടുകൾ കത്തിച്ചിരിക്കുന്നു, കടകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബുദ്ധക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെയുള്ള ആക്രമണം, 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ബംഗാളി ഛത്ര പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മുഹമ്മദ് മാമുൻ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയായിരുന്നു. ഏതായാലും ഇതിനെ തുടർന്ന് ഹിന്ദുക്കൾ ഒപ്പം തന്നെ ബുദ്ധന്മാരുമൊക്കെ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയും ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞു. 40,000-ഓളം പേരാണ് ഈ ചിറ്റഗോങ് മേഖലയിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ ഹിന്ദുക്കൾ. മാർച്ച് ഫോർ ഐഡൻറ്റിറ്റി, അതായത് തങ്ങൾ ഈ നാട്ടുകാരാണ് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് 40,000-ഓളം വരുന്ന ഹൈന്ദവ സമൂഹം തെരുവിലിറങ്ങിയത്. തങ്ങൾക്ക് രക്ഷ വേണം, തങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതായാലും സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണമാണ് ചിറ്റഗോങ്ങിൽ നടന്നത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, വലിയ വിവരം തന്നെയാണത്. കാരണം ഇതിനു മുൻപ് മതമൗലികവാദികളാണ് അഴിഞ്ഞാടി ഹൈന്ദവ വിഭാഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സൈന്യത്തിൻ്റെ പിന്തുണയോട് കൂടി അത് നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത. ഇപ്പോൾ പൂജ ആഘോഷങ്ങൾ അവിടെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്നുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യം, പൂജ നടത്തണമെങ്കിൽ പോലും അവിടുത്തെ മതമൗലികവാദ സംഘടനകൾക്ക് 5 ലക്ഷം രൂപ നൽകണമെന്ന ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെ കൊന്നൊടുക്കിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ് പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.